കാസർഗോഡ് പോയാൽ തൃക്കണ്ണാട് മേഖലയിൽ കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ്. തീരദേശത്തെ വീടുകളും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരമ്മ മണ്ഡപത്തിന്റെ അടിത്തറയും ഒക്കെ ഇളങ്ങി ഏത് നിമിഷവും വീടുകൾ നിലംപതിച്ചേക്കാവുന്ന ഒരവസ്ഥയിൽ കൂടിയാണ്. കോട്ടിക്കുളം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള മണ്ഡപമാണ് നിലംപൊത്താനായത്. ശക്തമായ തിരകളിൽ മണ്ഡപത്തിന്റെ പിൻവശത്തെ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി. മണ്ഡപത്തിന് പുറകിൽ നിന്ന് ഉള്ളിലേക്ക് തുരങ്കം പോലെ മണ്ണിടിഞ്ഞു. ഇതോടെ തെക്കുവശത്തെ ഭിത്തിയിലും അടിത്തറയിലും വിള്ളൽ രൂപപ്പെട്ടു. കോട്ടിക്കുളം, തൃക്കണ്ണാട്, ചിറമൽ, ബേക്കൽ പ്രദേശത്തെ വീടുകളും അപകട ഭീഷണിയിലാണ്. ക്ഷേത്രത്തിൻ്റെതായ മന്ദിരങ്ങളുണ്ട്, അത് തകർന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ബേക്കലം ഈ ചെറുമ ഭാഗത്തുള്ള ഒരു 3-4 വീടുകൾ തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ മാളികവളപ്പെന്ന പ്രദേശത്തും വീടിൻ്റെ അടി തുറക്കുന്നുണ്ട്. 10ഓളം കുടുംബം ദുരിതമനുഭവിക്കുന്നുണ്ട് രൂക്ഷമായത്. ബാക്കിയുള്ളവർ നോർമലി ഈ സൈഡിലുള്ളവർ തന്നെയാണ്, അവർക്കും അപകട ഭീഷണി തന്നെയാണിത്. ക്ഷേത്ര ഭരണസമിതി മന്ദിരം സംരക്ഷിക്കാനുള്ള താൽക്കാലിക നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന പാതയും കടലും തമ്മിൽ 10 മീറ്ററിൽ താഴെ മാത്രമാണ് അകലം. കടലേറ്റം തുടർന്നാൽ തൃക്കണ്ണാട് കടപ്പുറത്തുള്ള വീടുകൾ നിലംപൊത്തും. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേമാതിരി ഇടിഞ്ഞിട്ട് പോയപ്പോൾ ഞങ്ങൾ നേരാക്കി ഒരു 10-15,000 രൂപ അങ്ങനെ പോയി. ഞങ്ങളത് അവരൊരിക്കൽ ഇങ്ങനെ വീട് ഇടിഞ്ഞപ്പോൾ എല്ലാവരും വന്നിട്ട് ഞങ്ങൾക്ക് താൽക്കാലികമായി ഒരു വാടക വീട് അവർ ഈടനെടുത്ത് തന്നിട്ട് ഞങ്ങൾ താമസിപ്പിച്ച്. പിന്നെ അവർ പറഞ്ഞു വേണ്ട കാര്യങ്ങളെല്ലാം പിന്നീട് നോക്കാം എന്നെല്ലാം പറഞ്ഞിട്ട് പോയത്. അത് പിന്നെ അവരാരും തിരിഞ്ഞ് എന്തായി ഏതായെന്ന് നോക്കാനൊന്നും വന്നില്ല. നാട്ടുകാരുടെ സ്ഥലത്ത് എൻ്റെ കുടുംബക്കാർ കൂടിയൊന്ന് ഇപ്പം ഇത് കെട്ടിത്തന്ന്. പിന്നെ ഇത് പോയാലും എനിക്കില്ല, പ്ലാസ്റ്റിക്കിൽ തന്നെ ആദ്യം ഇതിൽ തന്നെ നിൽക്കണം. ഞാൻ പ്ലാസ്റ്റിക്കിൽ തന്നെ എന്ത് ചെയ്യണം? ഒരു 10 ഉറുപ്പ്യ എടുത്ത് നിങ്ങൾ തരുന്ന പൈസ ഒക്കെ കൂട്ടിയിട്ട് കെട്ടാൻ കഴിയില്ല. എനിക്കൊരു വീട് വെച്ചായിരുന്നു, നല്ലൊരു വീട് സ്ഥലം. അതാണ് എനിക്ക് ഇത്. കുട്ടികളും കൊണ്ട് എനിക്ക് വേറെ വഴിയില്ല. കല്യാണം കഴിയേണ്ട കുട്ടികളുണ്ട്. തുടർച്ചയായി കടലാക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ സംസ്ഥാന പാത ഉപരോധിച്ചു. പ്രദേശത്ത് താൽക്കാലികമായി കരിങ്കലിടാൻ തീരുമാനിച്ചെങ്കിലും നിർമ്മാണ പ്രവൃത്തി വൈകുകയാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്. അങ്ങനെ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരൊക്കെ കഷ്ടകാലത്തിലൂടെ കടന്നു പോവുകയാണ്. പലവിധമായ വിഷയങ്ങൾ അവരൊക്കെ നേരിടുന്നുണ്ട്, പലവിധമായ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൂടി ന്യൂസ് മലയാളം ഈ റിപ്പോർട്ടുകൾ എത്തിക്കുകയാണ്.